പ്രതിസ്ഥാനത്തുള്ള ഷിംജിത ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്ന വിവരം ലഭ്യമാവുകയാണ്. ഷിംജിത നേരത്തെ ഒളിവിൽ പോയി എന്നടക്കമുള്ള സൂചനകൾ, വിവരങ്ങൾ, അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു, അറസ്റ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻകൂർ ജാമ്യ ഹർജി ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് പോകുമെന്നടക്കമുള്ള സൂചനകൾ ലഭ്യമായിരുന്നു. ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തണം ഷിംജിതയ്ക്കെതിരെ എന്നടക്കം കുടുംബത്തിന്റെ ആവശ്യം പരിഗണനയ്ക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളാണ് നിലവിൽ ഷിംജിതയ്ക്ക് എതിരെ ഉള്ളത്. ഷിംജിതയെ അല്പസമയത്തിനകം മറ്റ് നടപടികളിലേക്ക് വിധേയമാക്കും എന്ന് അറിയാൻ കഴിയുന്നു. അല്പസമയത്തിനകം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേക്കും എന്ന വിവരം കൂടി ലഭ്യമാവുകയാണ്. ഈ സംഭവം നടന്ന് 3-ാം നാൾ കഴിഞ്ഞ ശേഷമാണിപ്പോൾ അറസ്റ്റിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം സമൂഹത്തിന്റെ നാനാ കോണുകളിൽ നിന്നും യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ബസ്സിലെ വീഡിയോ ചിത്രീകരണം, ആ ചിത്രീകരണത്തിന്റെ പിന്നാലെ ദീപക് എന്ന 38 വയസ്സുകാരൻ അനുഭവിച്ച മാനസിക വ്യഥ, ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം, കുടുംബത്തെ അനാഥമാക്കിയുള്ള ഒരു സാഹചര്യം, ഇതൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കുടുംബത്തിന്റെ ആപലാതിയുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ഇപ്പോൾ അറസ്റ്റിലേക്ക്, നിർണായകമായ അറസ്റ്റിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് ഷിംജിത മുസ്തഫ എന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്.